നിങ്ങൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ മതി. എല്ലാവരും വേദപുസ്തകങ്ങളൊന്നും അടച്ചു വെച്ച്, ദയവായി എല്ലാവരും വേദപുസ്തകങ്ങൾ അടച്ചു വെച്ച്, എല്ലാവരും അല്പസമയം കണ്ണുകളടച്ച് ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് എഴുതി വച്ചിരിക്കുന്ന ദൂതുകൾ, ആലോചനകൾ, വ്യക്തിപരമായി ഞങ്ങളുടെ സഭയോടും ഞങ്ങളുടെ കുടുംബത്തോടും ദൈവാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് രാത്രി ഞങ്ങളുടെ ലൈഫിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള വിടുതലുകൾ ഒന്നുപോലും മറയ്ക്കാതെ ദൈവാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്തെടുക്കണമെന്ന് എല്ലാവരും അല്പസമയം ശബ്ദമുയർത്തി ആത്മാർത്ഥത്തോടൊന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എത്ര ശക്തമായ ഒരു വചനമാണത്. ഇന്ന് രാത്രി ആ വചനം ഹൃദയത്തിൻ്റെ അകത്ത് ഉരുവിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മുടെ സഭയെ പണിയുന്നത് ദൈവമാണെങ്കിൽ, നമ്മുടെ കുടുംബത്തെ പണിയുന്നത് ദൈവമാണെങ്കിൽ, നമ്മുടെ തലമുറകളെ പണിയുന്നത് ദൈവമാണെങ്കിൽ, അതിനെ തകർക്കാൻ ഒരു പാതാള ഗോപുരത്തിന് കഴിയത്തില്ലെന്ന ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളെ പ്രാരംഭത്തിൽ അല്പസമയം കരമടിച്ച് ശക്തിയോടെ ആ ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ സഭയെ പണിയുന്നത് ദൈവമാണെങ്കിൽ, എൻ്റെ കുടുംബത്തെ പണിയുന്നത് ദൈവമാണെങ്കിൽ, അതിനെ തകർക്കാൻ ഒരു പാതാള ഗോപുരത്തിന് കഴിയത്തില്ലെന്ന ഉടമന രഗദന ശാന്തൂര്യാമന രഗദലജന പ്രൗഢ രംബല രക്ഷത്തിലംബല ശംബല ഉടമ രഗദ രംബല രക്ഷത്തിലംബല. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം കർത്താവേ, ആ വചനത്തിൻ്റെ അകത്തുള്ള വിടുതലുകൾ ഇന്ന് രാത്രികാലം സഭയ്ക്കകത്ത് സംഭവിക്കട്ടെ, ദൈവമക്കളുടെ കുടുംബങ്ങളുടെ അകത്ത് സംഭവിക്കട്ടെ, തലമുറകളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ തരയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനേ, ഈ തരയിൽ രുചിച്ചറിവാൻ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും. ഒരു പ്രാവശ്യം കൂടെ പാടാമോ? ഇത്ര നല്ലവനാ പ്രിയരേ, ഇത്ര നല്ലവനാം പ്രിയനേ, ഈ തരയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനേ, ഈ തരയിൽ രുചിച്ചറിവാൻ, ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്ക്
എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതോ നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രികളെ ഞങ്ങളെ ദൈവം ഒരുമിച്ച് കൂട്ടിവരുത്തിയല്ലോ. വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറണം. വരാൻ ആഗ്രഹിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും യാത്രയിലുണ്ടെങ്കിൽ അവരെ ദൈവം കൂട്ടിവരുത്തുമാറണം. പ്രത്യേകം ആരെങ്കിലും രോഗികളായി, ക്ഷീണിതനായി, ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ഭവനങ്ങളിലായിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്നിവിടെ മുഴങ്ങി കേൾക്കുന്ന ദൈവജനങ്ങൾ അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുമാറണം. കർത്താവ് ഓൺലൈൻ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തിജീവിതങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയത്തെ സെക്ഷൻ അവരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിലും ആശ്വാസത്തിലും വിടുതലും കാരണമാക്കി ദൈവം മാറ്റുമാറണം. പ്രത്യേക ഈ പ്രാർത്ഥന കൂട്ടായ്മ ക്രമീകരിച്ചിരിക്കുന്ന സഭയ്ക്കും ദൈവദാസനും കുടുംബപരമായി ഈ സഭയ്ക്കും ദൈവമക്കൾ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും കാരണമാക്കി ദൈവം മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരും അനുഗ്രഹിക്കുമാറണം. പ്രാർത്ഥന കേട്ടാനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള എല്ലാ ദൈവങ്ങളെ കാര്യം വരുത്തി ശക്തിയോടെ നല്ലൊരു ഹല്ലേലൂയ, ശക്തിയോടെ നല്ലൊരു ഹല്ലേലൂയ പറയാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എനിക്ക് ഞങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ, ഈ സഭയിൽ ശുശ്രൂഷിക്കാൻ ദൈവം എന്നെ സഹായിച്ചല്ലോ. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേക ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കത്തദാസൻ്റെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, പ്രത്യേക ദൈവമക്കൾ എല്ലാവരെയും, കുഞ്ഞുങ്ങൾ, മനോഹരമായ വർഷിപ്പ് ലീഡ് ചെയ്ത ദൈവാസൻ എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി, ഞാൻ ഹൃദയത്തോട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഇന്ന് പകലെടുത്ത സെക്ഷൻ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ വന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. സന്തോഷമുള്ളവർ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. ഒരു ദിവസം ഒരമ്മ വൃദ്ധയായ ഒരു മാതാവ് റോഡരികിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. റോഡരികിലിരുന്ന് ശബ്ദമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നണം, എന്നോട് മനസ്സലിയണം. എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് മേടിച്ചു തരാൻ ആരുമില്ല. കർത്താവെ, ഫുഡ് കഴിക്കാത്തത് കൊണ്ട് എൻ്റെ ശരീരം വളരെ ക്ഷീണമാണ്. ഒരുപക്ഷെ ഞാൻ തല കറങ്ങി താഴെ വീഴാൻ സാധ്യതയുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല കർത്താവെ, എനിക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കത്തക്ക നിലവാരത്തിൽ എനിക്കൊരു ക്രമീകരണം എൻ്റെ ദൈവം ചെയ്യണം. ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ കർത്താവ് എനിക്ക് ഫുഡ് എവിടെന്നെങ്കിലും ഒരുക്കി തരണമേ എന്ന് ഈ മാതാവ് റോഡ് അരികിൽ നിന്നിട്ട് ശബ്ദമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ അമ്മ ഇങ്ങനെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് തൊട്ടടുത്തൊരു നിരീശ്വരവാദി നിൽപ്പുണ്ടായിരുന്നു. ആരാണ്? നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഈശ്വരനുണ്ടെന്ന് പോലും വിശ്വസിക്കാത്തൊരു വ്യക്തി അടുത്ത് നിന്ന് ഈ അമ്മ ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ട് ഇദ്ദേഹം ഒരു തമാശ ഒപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു തമാശ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അടുത്ത് നിന്ന തൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് പൈസ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ ആ ദൂരെ കാണുന്ന ഹോട്ടലിൽ പോയി ഇന്ന ഭക്ഷണങ്ങൾ, വില കൂടിയ ഇന്ന ഭക്ഷണങ്ങൾ നീ മേടിക്കണം. മേടിച്ചിട്ട് വന്നിട്ട് നീ ഈ അമ്മയടുത്ത് നീ കൊടുക്കണം. കൊടുത്തിട്ട് ഈ അമ്മയോട് നീ പറയണം, ഇത് പിശാചാണ് തന്നേച്ചെന്ന് പറയണമെന്ന് പറഞ്ഞു. ഓ, നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഈ അമ്മ ആരോടാണ് പ്രാർത്ഥിച്ചത്? ശബ്ദമുയർത്തി, എൻ്റെ ദൈവമേ, നീ ജീവിക്കുന്ന ദൈവമാണ്, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ നീ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും നീ എനിക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴിയൊരുക്കും, എനിക്ക് ഫുഡ് കിട്ടും എന്ന് മനോഹരമായി ദൈവത്തോട് ശബ്ദമുയർത്തി വാവിട്ട് നിലവിളിക്കുന്ന ആ അമ്മയുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ടിട്ട് ഈശ്വരനുണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദി അടുത്ത് നിന്ന് തൻ്റെ ഡ്രൈവറോട് വിളിച്ചിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ പോയി ഫുഡ് മേടിച്ചിട്ട് ഈ അമ്മയെടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറയണം, പിശാചാണ് തന്നേച്ചെന്ന് പറയണമെന്ന് പറഞ്ഞു. തൻ്റെ ഓണർ പറഞ്ഞത് കേട്ടിട്ട് പൈസ മേടിച്ച്
ഈ ഡ്രൈവർ ദൂരെ കാണുന്ന ഹോട്ടലിൽ പോയി ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് ഈ അമ്മയെടുത്ത് കൊണ്ട് കൊടുത്തു. ഈ അമ്മ ഈ 2 കൈയും നീട്ടി ആ ഭക്ഷണങ്ങൾ മേടിച്ച് തുറന്നു നോക്കിയപ്പോൾ മനോഹരമായ ഭക്ഷണം കണ്ടിട്ട് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, എൻ്റെ ദൈവമേ, നീ ജീവിക്കുന്ന ദൈവമാണ്, പ്രാർത്ഥിക്കുന്നവനെ കൈവിടുന്ന ദൈവമല്ല, നിലവിളിക്കുന്നവനെ കൈവിടുന്ന ദൈവമല്ല, വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്ന ദൈവമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ അങ്ങ് തെളിയിച്ചതിനായി ഞാൻ നന്ദി പറയുന്നെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ഉടനെ ഭക്ഷണം കൊണ്ട് കൊടുത്ത ഡ്രൈവർ ആ അമ്മയുടെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, അമ്മ 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 ഒരു മിനിറ്റ്, സ്തുതിക്കാനൊക്കെ വരട്ടെ, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാൻ വരട്ടെ, ഇതാരാ തന്നേച്ചെന്ന് അമ്മയ്ക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കണം, ഇതാരാണ് അമ്മയ്ക്ക് തന്നേച്ചതെന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ തിരിച്ചു പറഞ്ഞ മറുപടി, അത് നീ എന്നോട് പറയണ്ട, കാരണം എനിക്കൊരു നന്മ തരണമെന്നൊരു ദൈവം തീരുമാനിച്ചാൽ അത് പിശാചിനെ കൊണ്ട് തരാനും എൻ്റെ ദൈവത്തിന് അറിയാം. മനസ്സിലായില്ല? അമ്മ നിങ്ങൾ സ്തുതിക്കാൻ വരട്ടെ, സ്തോത്രം ചെയ്യാൻ വരട്ടെ, ഇതാരാണ് അമ്മയ്ക്ക് തന്നേച്ചെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഈ ആരാണ് തന്നേച്ചെന്ന് പറയാൻ വേണ്ടി ഈ ഉത്തരവുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഇവൻ വെപ്രാളം കൊണ്ട് നിൽക്കുമ്പോൾ ഇവനോട് അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മോനെ, നീ അത് എന്നോട് പറയണ്ട, കാരണം പ്രാർത്ഥിക്കുന്ന എനിക്ക് ഒരു നന്മ തരണമെന്ന് എൻ്റെ ദൈവം തീരുമാനിച്ചാൽ അത് പിശാചിനെ കൊണ്ട് തരാനും എൻ്റെ ദൈവത്തിന് അറിയാം. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അടച്ചവനെ കൊണ്ട് തുറക്കാനും, മായ്ച്ച് കളഞ്ഞവനെ കൊണ്ട് എഴുതിപ്പിക്കാനും, ചുരുട്ടിക്കളഞ്ഞവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനും എന്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയൊന്ന് സ്തോത്രം ചെയ്തേ. നമുക്കൊരു നന്മ തരാൻ ദൈവം തീരുമാനിച്ചാൽ അത് അടച്ചവനെ കൊണ്ട് തുറക്കാൻ ദൈവത്തിന് അറിയാം. ഉടമന രഗതന ശാന്തൂരിയാമാന രഗന്തലം ജന പ്രൗഢ. പിശാച് അടച്ച ചില വഴികൾ, സാത്താനെ ശക്തികൾ അടച്ച ചില വഴികൾ ഇന്ന് രാത്രി വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി ദൈവം ഒന്ന് തുറന്നാൽ ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും നമ്മുടെ ദൈവത്തെ നമ്മുടെ സാഹചര്യം കൊണ്ട് അളക്കരുത്. മനസ്സിലായില്ല? ഓ, ശക്തിയോട് സ്തോത്രം പറഞ്ഞു. നിങ്ങളെന്താ വിഷമിച്ചിരിക്കുന്നേ? ശക്തിയോട് കരം വരുന്ന നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. 1 മണിക്കൂർ എന്നെ സഹിച്ചാൽ മതി, ഞാൻ വേഗത്തിൽ പോകും. ആരും നിരാശപ്പെടണ്ട. നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി അളക്കരുത്. ഒരാമേൻ പറഞ്ഞേ. യായിറോസിന്റെ മകൾ മരിച്ചപ്പോൾ യേശു വീട്ടിൽ പോയി ഉറപ്പിച്ചു. എവിടെ പോയി ഉറപ്പിച്ചു? വീട്ടിൽ പോയി ഉറപ്പിച്ചു. അപ്പൊ പിശാച് നോക്കിയപ്പോൾ ആഹാ കൊള്ളാലോ, വീട്ടിൽ പോയി ഉറപ്പിച്ചോ. അപ്പൊ ഇനി ഒരുവൻ മരിച്ചാൽ യേശു വീട്ടിൽ വരുന്നതിന് മുൻപേ ഞാനവനെ പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് നൈനിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ പിശാച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി. പക്ഷെ യേശു വഴിക്കിട്ട് ഉറപ്പിച്ചു. അപ്പൊ പിശാച് നോക്കിയപ്പോൾ കൊള്ളാലോ, വീട്ടിൽ പോയി ഉറപ്പിച്ചു, വഴിക്കിട്ട് ഉറപ്പിച്ചോ. അപ്പൊ ഇനി ഒരുവൻ മരിച്ചാൽ യേശുവിന് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാനവനെ കല്ലറയ്ക്കകത്താക്കുമെന്ന് ചിന്തിച്ച് ലാസർ മരിച്ചപ്പോൾ പിശാച് കല്ലറയ്ക്കകത്താക്കി. പക്ഷേ തമ്പുരാൻ കല്ലറകളെ പൊളിച്ച് ലാസറിനെ പുറത്ത് കൊണ്ടുവന്നു. ഇന്ന് രാത്രി ശക്തിയുടെ ആമേൻ പറ. വീട്ടിലാണോ പ്രശ്നം? വീട്ടിൽ വരാൻ ദൈവത്തിന് അറിയാം. വഴിയിലാണോ പ്രശ്നം? വഴിയിൽ വരാൻ ദൈവത്തിന് അറിയാം. വാഗ്ദത്തം ഏത് കല്ലറയ്ക്കകത്താണെങ്കിലും ഇന്ന് രാത്രികാലം ആ വചനത്തിന്റെ ശക്തി ഈ ആലയത്തിനകത്ത് ചലിക്കട്ടെ. അസാധാരണമായ ദൈവസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. പ്രശ്നങ്ങൾ കൊണ്ട്, പ്രതികൂലം കൊണ്ട് നിറവേർപ്പെട്ടിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ ഉടമന രഗത ശാന്തൂര്യാമാന രഗന്തലഞ്ജന പ്രൗഢ രമ്പല രക്ഷത്തിലമ്പന ശമ്പനഞ്ജന പ്രൗഢ. നമ്മുടെ ദൈവം നമുക്കൊരു നന്മ തരാൻ തീരുമാനിച്ചാൽ, ദൈവമക്കളിൽ നാം ദൈവത്തോട് അടുത്തിരിക്കുന്നവരാണെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവം നമുക്കൊരു നന്മ തരാനൊരു സമയം വച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പുസ്തകത്തിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്താൻ ബന്ധപ്പെടുന്നു, അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. 2024-ലും 2023-ലും 2022-ലും ഒക്കെ ഞാൻ കേട്ട വാഗ്ദത്തത്തിന്റെ
അതിന്റെ സമാപ്തിയിലേക്ക് എത്താൻ വിടുതൽ വേണമെന്ന് ഒരുവൻ ഭവനത്തിൻ്റെ അകത്തുനിന്ന് തീരുമാനിച്ചിറങ്ങിയാൽ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്തിന് പോലും അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? എനിക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്നൊരു വിടുതൽ വേണമെന്ന് ഒരുവൻ ആത്മാർത്ഥതയോടെ തീരുമാനിച്ചിറങ്ങിയാൽ, ഒരു സഹോദരി വന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവേ എൻ്റെ കുഞ്ഞിന് സുഖമില്ല, അങ്ങ് സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. ആ സമയത്ത് യേശു തിരിച്ചു പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്, മക്കളുടെ അപ്പം എടുത്ത നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. ഈ വാക്കിനി നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിലൊന്ന് ചിന്തിച്ചേ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ ലോക്കൽ സ്ലാങ്ങിലൊന്ന് നിങ്ങൾ ആലോചിച്ചേ, അത് പറയുമ്പോൾ എങ്ങനെ വരുമെന്ന്. അങ്ങനെ നിങ്ങളോട് ഒരാൾ പറഞ്ഞ നിങ്ങൾ അവിടെ നിൽക്കുവോ? പക്ഷെ ഭവനത്തിന്റെ അകത്തുനിന്ന് എനിക്കിന്നൊരു വിടുതൽ വേണമെന്ന് തീരുമാനിച്ചിറങ്ങിയ സഹോദരി യേശുവിനോട് തിരിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ തമ്പുരാന് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസത്തിൻ്റെ 2-ാമത്തെ സെക്ഷൻ ആണെങ്കിലും എനിക്കൊരു വിടുതൽ വേണമെന്ന് ഞാൻ തീരുമാനിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ആലയത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിനോട് മറിയമെന്ന് പറയുന്ന ഒരു വാക്കിതാണ്, കർത്താവെ വീഞ്ഞ് തീർന്നു പോയി, ഭയങ്കര പ്രയാസമാണ്, നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യേശു തിരിച്ചു പറഞ്ഞൊരു വാക്കിതാണ്, എൻ്റെ നാഴിക ഇതുവരെ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ സമയമായിട്ടില്ല. എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ യേശു, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നിങ്ങളടുത്ത് വായിച്ചു നോക്കണം. അത് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ യേശു പറയുന്ന വാക്കിതാണ്, നിങ്ങൾ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കണം. യേശു തൊട്ടു മുമ്പേ പറഞ്ഞ എന്താ, എനിക്ക് സമയം ആയിട്ടില്ല, എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ യേശു അടുത്ത സെക്കൻഡിൽ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ എന്താ? ആ വചനം വായിക്കുമ്പോൾ എന്നെ ചലിപ്പിച്ചൊരു വിഷയം ഇതാണ്, എനിക്ക് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് യേശു പറഞ്ഞ അടുത്ത സെക്കൻഡിൽ മറിയ പറയുന്ന ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. അതായത് സമയമായിട്ടില്ലെന്ന് യേശു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു, കരയുന്ന എനിക്ക് വേണ്ടി സമയത്തെ തിരിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ ശക്തിയോട് ആമേൻ പറഞ്ഞേ. സമയമായിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി സമയത്തെ തിരിക്കുന്ന ഒരു ദൈവം. ചിലർക്ക് വേണ്ടി ദൈവം ചില സമയത്തെ തിരിക്കുക. ദൈവമക്കളെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുക. വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചില സമയങ്ങൾ ഘടികാരത്തെ തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നവർ കരമടിച്ച് ശക്തിയോടെ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? നമ്മൾ ചിന്തിക്കുക, എൻ്റെ പൊന്ന് ദൈവദാസനെ, എന്തോരം ഞങ്ങൾ കരയുന്നു, എന്തോരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വിഷയം ചലിക്കുന്നില്ലല്ലോ. ദൈവമക്കളെ, നിങ്ങൾ ആലയത്തിൻ്റെ അകത്തോ ഭവനത്തിൻ്റെ അകത്തോ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ കാറ്റടിച്ചോ ചൂടുകൊണ്ടോ പായിൽ വീണോ ഉണങ്ങിപ്പോയിക്കാണാം, ശരിയാണ്. പക്ഷേ തമ്പുരാന്റെ തുരുത്തിയിൽ അത് പറ്റിയിട്ടില്ല. ശക്തിയുടെ ആമേൻ പറഞ്ഞേ.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കത്തക്ക രോഗം പിടിച്ച് താനിങ്ങനെ വളരെ ക്ഷീണിതനായ രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയം പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് പറയുന്ന വാക്കിതാണ്: നിന്റെ ഗ്രഹകാര്യം വേഗത്തിൽ ക്രമത്തിലാക്കുക, നീ നിശ്ചയമായിട്ട് മരിച്ചു പോകും. പറഞ്ഞത് പ്രവാചകനാ, പറയിപ്പിച്ചത് ദൈവമാ, ദൂതിന് മാറ്റമില്ല. നിന്റെ ഗ്രഹകാര്യം വേഗത്തിൽ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണേ. ഹിസ്കിയാവ് എന്ന് പറയുന്നത് മഹാനായ ഒരു രാജാവാ. അദ്ദേഹം രാജാവായതുകൊണ്ട് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് രോഗം വന്ന സാഹചര്യത്തിൽ അന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്നത് ഏറ്റവും നല്ല മരുന്ന് ലഭിച്ചു കാണൂല്ലേ? ഏറ്റവും നല്ല ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച് കാണത്തില്ലേ? ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ വില കൂടിയ ഔഷധമുണ്ട് അതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു കാണത്തില്ലേ? ഈ ദൂത് കേട്ട അടുത്ത സെക്കൻഡിൽ ഹിസ്കിയ രാജാവിനെ പറ്റി ബൈബിൾ എഴുതിയിരിക്കുന്ന അദ്ദേഹം ചുവരിനോട് മുഖം തിരിച്ച് വാവിട്ട് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചെന്ന. ഞാനൊരു കാര്യം ചോദിക്കാം, അദ്ദേഹം എന്തോരം മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, എന്തോരം ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ടാവും, ഒട്ടും ഭേദം വന്നില്ല. എൻ്റെ ചോദ്യം, മരുന്നിന് മണമുണ്ടോ? ചില മരുന്നിന് മണമുണ്ട്. മരുന്നിന് രുചിയുണ്ടോ? ചിലതിന് കയ്പാണ്, ചിലതിന് നല്ല മധുരമാണ്. മരുന്നിന് രുചിയുണ്ട്. മരുന്നിന് നിറമുണ്ടോ? നിറമുണ്ട്. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, നീലയുണ്ട്, സകലതുമുണ്ട്. അപ്പം മരുന്നിന് മണമുണ്ട്, മരുന്നിന് നിറമുണ്ട്, മരുന്നിന് രുചിയുണ്ട്. കണ്ണുനീരിന് പറയത്തക്ക നിറമുണ്ടോ? രുചിയുണ്ടോ? മണമുണ്ടോ? മണമുള്ളതിന്, നിറമുള്ളതിന്, രുചിയുള്ളതിന് ചെയ്യാൻ പറ്റാത്തത്, നിറവും മണവും ഇല്ലാത്ത കണ്ണുനീരിന് 15 വർഷം തിരിക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് രാമേൽ പറ, ചില മരുന്നുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കണ്ണുനീര് സഭയ്ക്കകത്ത് ചെയ്യും. അത് ഏത് വലിയ കൊടിയ രോഗമായിരുന്നാലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, കരയുന്നവന് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം. എനിക്കറിയത്തില്ല ദൈവമക്കളെ, ദൈവാത്മാവരോട് ശക്തിയോടെ സംസാരിക്കുക. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ കരഞ്ഞ ദൈവമക്കളുടെ ജീവിതത്തിന്റെ അകത്ത് ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഘടികാരത്തെ തിരിച്ചതുപോലെ ഉടമന രഗതന ശമ്പന വൃക്ഷത്തിലമ്പന. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരാം, വേഗത്തിൽ വരാം. യേശു ഫിലിപ്പിന്റെ കൈസരിൽ അവിടെ വന്നു. യേശു അവിടെ വന്നിട്ട് യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്ന് തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം, ശക്തിയോടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാണ്, ഈ വചനത്തിനകത്തുള്ള വിടുതൽ വിശ്വസിച്ച് ആമേൻ പറയുന്നവരുടെ ലൈഫിൽ ദൈവം ചെയ്തിരിക്കും. 2024 ഏതൊക്കെ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചു എന്നുള്ളതല്ല, ഈ വചനത്തിൻ്റെ അകത്തുള്ള വിടുതൽ 2025 എൻ്റെ ലൈഫിൽ ദൈവം ചെയ്തിരിക്കും. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ അവിടെ വന്നിട്ട് യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്ന് തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ജനങ്ങൾ എന്നെ, ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങ് ആരാണെന്നും അങ്ങ് എവിടെ നിന്ന് വന്നയാളാണെന്നും അങ്ങയെ കൊണ്ട് എന്തെല്ലാം കഴിയുമെന്നും അങ്ങയുടെ ബലം എന്താണെന്നും അങ്ങയുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാ ശക്തിയുടെ അളവ് എന്താണെന്നും അങ്ങേക്കറിയാമല്ലോ. മനസ്സിലായില്ല? നെവിൻ ആരാണെന്ന് നെവിൻ അറിയാമെന്നുള്ളത് പോലെ വേറെ ആർക്കും അറിയത്തില്ല. ദൈവമക്കളെ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നുള്ളത് പോലെ വേറെ ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങ് ആരാണെന്നും അങ്ങ് എവിടെ നിന്ന് വന്നയാളാണെന്നും അങ്ങേ കൊണ്ട് എന്തെല്ലാം കഴിയുമെന്ന് അങ്ങേക്കറിയാമല്ലോ. പിന്നെ എന്താ ഇപ്പൊ ജനങ്ങൾ എന്നെപ്പറ്റി എന്തോ പറയുന്നു എന്ന് ചോദിക്കാനുണ്ടായ റീസൺ? അപ്പോഴാണ് പ്രാർത്ഥിച്ചുകൊണ്ടത് ദൈവാന്മാരുടെ ഹൃദയത്തോട് സംസാരിച്ചൊരു വാക്ക്, നെവിനെ, ഇത് ചോദിച്ച ഉടനെ ശിഷ്യന്മാരൊക്കെ പറയുന്നൊരു വാക്കുണ്ട്. കർത്താവേ, ചിലർ പറയുന്നു യോഹന്നാണെന്ന് പറയുന്നു,
ചിലർ ആ പ്രവാചകൻ എന്ന് പറയുന്നു, ചിലർ ഇന്ന വലിയ ആളെന്ന് പറയുന്നു. ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും യേശു തിരിച്ച് രണ്ടാമതൊരു ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് ഈ ഫിലിപ്പിൻ്റെ കൈസരുടെ അവിടെ വന്ന് നിന്നിട്ട് ജനങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നു എന്ന അഭിപ്രായം ചോദിക്കാനുണ്ടായ കാരണം? അപ്പോഴാണ് ദൈവാത്മാവിന്റെ ഹൃദയത്തോട് സംസാരിച്ചത്, ഇവനെ ഇന്നലെ വരെ ഈ ജനങ്ങൾ എന്നെപ്പറ്റി പറയുന്നത് ഇങ്ങനൊന്നുമല്ല. തച്ചൻ്റെ മകൻ, അപ്പനില്ലാത്തവൻ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറിയയ്ക്ക് ജനിച്ച കുഞ്ഞ്, എന്തൊക്കെ എന്നെപ്പറ്റി അപമാനങ്ങളും അപവാദങ്ങളും പറയാമോ അത് സകലതും പറഞ്ഞ ജനക്കൂട്ടമാണ് ഈ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, തമ്പുരാനെ, ഇപ്പോഴുണ്ടായ വ്യത്യാസം എന്താ? ഇപ്പോഴുള്ള വ്യത്യാസം, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പുറത്തു വന്നപ്പോൾ ഈ അപമാനിച്ചവൻ നോക്കി നിൽക്കേ കാനാവിലെ കല്യാണത്തിന് ഞാൻ വെള്ളത്തെ വീഞ്ഞാക്കി. ഈ അപമാനിച്ചവൻ നോക്കി നിൽക്കേ ഞാൻ മുടന്തല നടത്തിച്ചു. അപമാനിച്ചവൻ നോക്കി നിൽക്കേ ചെയ്യണത് ഞാൻ കേൾപ്പിച്ചു. അപമാനിച്ചവൻ നോക്കി നിൽക്കേ മരിച്ചവനെ ഞാൻ ഉയർപ്പിച്ചു. അപമാനിച്ചവൻ നോക്കി നിൽക്കേ ഭൂതങ്ങളെ ഞാൻ പുറത്താക്കി. ഓ, അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഭിഷേകം നമ്മുടെ അഡ്രസ് ചേഞ്ച് ചെയ്യും. ദൈവദാസനെ, 2025 എന്ന് പറയുന്ന വർഷം ഈ ആലയത്തിന്റെ അകത്ത് ചില ദൈവപ്രവർത്തികൾ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ചിലർ അതിശയിക്കുമാറോ ചില ദൈവപ്രവർത്തിനകത്ത് വെളിപ്പെടും. ഓ, വിശ്വസിക്കുന്നവർ കരമടിച്ചു രാമേൻ പറഞ്ഞേ, അഭിഷേകം എൻ്റെ അഡ്രസ് ചേഞ്ച് ചെയ്യും. ഇന്ന് രാത്രികാലം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, അഭിഷേകം പരിശുദ്ധാത്മ ശക്തിയുടെ കുടുംബത്തിന്റെ അഡ്രസ് ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ഉടമന രഗതന ശാന്തൂരിയാമന രഗന്തലം ജല പ്രൗഢ. അപമാനിച്ച ഒരു കൂട്ടം ആൾക്കാർ എല്ലാവരും വീട്ടിനകത്തിരിക്കുമ്പോ ഒരുവനെ കട്ടിലോടെ ഇറക്കി കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ച് നടത്തിച്ചു. അപമാനിച്ചവനെല്ലാം വീട്ടിനകത്തിരിക്കുമ്പോ തീർന്ന വീഞ്ഞിനെ യേശു വർദ്ധിപ്പിച്ചു. അപമാനിച്ചവൻ എല്ലാവരും ചുറ്റും നിൽക്കുമ്പോ മരിച്ചു കിടന്ന ലാസറിനെ യേശു ഉയർപ്പിച്ചു. അപമാനിച്ചവൻ നോക്കി നിൽക്കുമ്പോ കുഷ്ഠരോഗിയെ യേശു സൗഖ്യമാക്കി. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു തമ്പുരാൻ, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? നെവിനെ, ഇതൊന്നും എൻ്റെ കഴിവല്ല, പകരം എൻ്റെ അകത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി. നിങ്ങളൊന്ന് ചിന്തിച്ചേ, യേശുവിനെ പറ്റി പോലും അപമാനങ്ങളും അപവാദങ്ങളും എല്ലാം ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞു പരത്തിയിട്ടും യേശു തളരാതെ വീണ്ടും ശുശ്രൂഷാമുഖത്ത് നിന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും, കർത്താവേ, അത് യേശു അല്ലേ, യേശുവിനെ കൊണ്ട് പറ്റും, ഞങ്ങളെങ്ങനെ, ഞങ്ങൾ സാധാരണ മനുഷ്യരല്ലേ? നോ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കഴിയുമെന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എത്ര വലിയ അപമാനങ്ങളും അപവാദങ്ങളും നമുക്ക് നേരെ വന്നാലും അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചാൽ ഉടമ രഗത ശാന്തൂരിയാമാന. ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷ വലുതല്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കുടുംബ പശ്ചാത്തലം വലുതല്ലായിരിക്കാം, പക്ഷേ പ്രാർത്ഥിക്ക്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അഭിഷേകം ഉണ്ട്. അതിൽ വിശ്വസിക്കുക, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇങ്ങനെ യേശു ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാത്തിനും ആദ്യം ചാടി വീഴുന്ന പത്രോസ് ചാടി വീണിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഒറ്റ വെളിപ്പാടങ്ങ് കൈമാറുക. ഇത് കേട്ട ഉടനെ യേശു തിരിച്ചു പറയുന്ന വാക്ക്, ബെറയോനായ ശീമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, പകരം സ്വർഗസ്ഥനായ എൻ്റെ അപ്പനാ. എന്നിട്ട് അടുത്ത വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. ഞാൻ ചോദിച്ചു,
എൻ്റെ പൊന്ന് കർത്താവേ, യേശു എവിടെയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. 3.5 കൊല്ലം കൊണ്ട് യേശു ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എവിടെയൊക്കെ യേശു സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ വച്ചൊന്നും ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. പകരം ഈ ഫിലിപ്പിൻ്റെ കൈസരയുടെ അവിടെ വന്നപ്പോഴാണ് യേശു പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മുടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് 1000 അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ ചിന്തിച്ചു, പൊന്നു കർത്താവെ, ഇവിടെ വച്ചൊന്നും പറയാതെ, മറ്റുള്ള സ്ഥലങ്ങളിൽ വച്ചൊന്നും പറയാതെ എന്തുകൊണ്ടായിരിക്കും ഫിലിപ്പിൻ്റെ കൈസരയോട് വന്നപ്പോൾ യേശു ഇത് പറഞ്ഞത്? ഞാൻ കുറച്ച് ചരിത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഈ ഫിലിപ്പിൻ്റെ കൈസരി എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് രാജാവ് പണിഞ്ഞ പട്ടണമാണ് ഫിലിപ്പിൻ്റെ കൈസരിയ. ആര് പണിഞ്ഞ പട്ടണം? ഫിലിപ്പ് രാജാവ്. ഈ ഫിലിപ്പ് രാജാവ് പണിഞ്ഞ പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം വലിയ പട്ടണം പണിഞ്ഞെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ശത്രുക്കൾ വന്ന് ഈ പട്ടണം പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞതിന് ശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ മകനായ അലക്സാണ്ടർ രാജാവ് വന്ന് വീണ്ടും ഈ പട്ടണം ഒന്നുകൂടെ പുതുക്കി പണിഞ്ഞു. എന്നാൽ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ വന്ന് വീണ്ടും ഈ പട്ടണം ഒന്നുകൂടെ പൊളിച്ചു കളഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അലക്സാണ്ടർ രാജാവിൻ്റെ മകനായ ഹെരോദ രാജാവ് വന്ന് വീണ്ടും ഈ പൊളിഞ്ഞു കിടന്ന പട്ടണത്തെ ഒന്നുകൂടെ പുതുക്കി പണിഞ്ഞു. വീണ്ടും ശത്രുക്കൾ വന്ന് ആ പട്ടണം പൊളിച്ചു. ചിന്തിക്കണം, ലോകം കണ്ട പ്രഗത്ഭന്മാരായ രാജാക്കന്മാർ മാറി മാറി പണിഞ്ഞിട്ടും ശത്രു കയറി പൊളിച്ചു കളഞ്ഞ മണ്ണിൽ നിന്നിട്ട് യേശു പറയുക, ഞാൻ പണിയും, എൻ്റെ സഭയെ പൊളിക്കാൻ ഒരു പാതാള ഗോപുരത്തിന് കഴിയത്തില്ല. ഞാൻ പറഞ്ഞ ദൂത് എത്ര പേർക്ക് മനസ്സിലായി? ലോകം കണ്ട പ്രഗത്ഭന്മാരായ രാജാക്കന്മാർ മാറി മാറി പണിഞ്ഞിട്ടും ശത്രുക്കൾ കയറി പൊളിച്ചു കളഞ്ഞ മണ്ണിൽ നിന്നിട്ട് യേശു പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയും, എൻ്റെ സഭയെ തകർക്കാൻ ചങ്കൂറ്റമുള്ള ഒരു അന്ധകാര ശക്തിയും ഭൂമിയിലില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുക, എൻ്റെ സഭയെ പണിയുന്നത് ദൈവമാണെങ്കിൽ, എൻ്റെ തലമുറയെ പണിയുന്നത് ദൈവമാണെങ്കിൽ, എൻ്റെ കുടുംബത്തെ പണിയുന്നത് ദൈവമാണെങ്കിൽ, അല്പസന ദൈവജനം എല്ലാ ആത്മാവിലും ആരാധിച്ച് ഇന്ന് രാത്രി കാലം ചില പണികൾ, ശത്രുക്കളെ കയറി പൊളിച്ചു കളയാൻ ശ്രമിച്ച ചില പണികൾ എൻ്റെ ദൈവം പുതുക്കി പണിയാൻ ഉടമന അരകതന ശമ്പന രക്ഷത്തിലമ്പന. ഇന്ന് രാത്രികാലം ആ വചനത്തിൽ ആഴമായിട്ടൊന്ന് വിശ്വസിച്ച ദൈവമക്കളെ, എൻ്റെ കുടുംബത്തെ 2019, 2018, 2017, 2020 ഒക്കെ പൊളിക്കാൻ ശ്രമിച്ച ശത്രുക്കൾ നോക്കി നിൽക്കേ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന വാഗ്ദത്തം പറഞ്ഞ ദൈവം എന്നെയും എൻ്റെ തലമുറകളെ ഇതുവരെ നിർത്തിയെങ്കിൽ ഇനി മേലാലും ഒരു അന്ധകാര ശക്തിക്കും
എൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുൻപേ. യെസ്, ഞാൻ വീണ്ടും ആ ചരിത്രം ഒന്ന് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത രണ്ടാമത്തെ വിഷയം, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു അവിടെ വെച്ച് പറയാനുണ്ടായ രണ്ടാമത്തെ റീസൺ. ഈ ഫിലിപ്പിൻ്റെ കൈസരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഈ പട്ടണത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാമോ? ഈ പട്ടണം പണിഞ്ഞ രാജാവ് അദ്ദേഹത്തിൻ്റെ വലിയൊരു വിഗ്രഹം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫിലിപ്പ് രാജാവിനൊരു വിഗ്രഹം. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ, നെബൂഖദ്നേസർ രാജാവ് വലിയൊരു ബിംബം. അതുപോലെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു വീക്ക്നെസ് പോയിന്റാണ് അവരുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കുക, ജനത്തെ കൊണ്ട് ആരാധിപ്പിക്കുക. അപ്പം അങ്ങനെ ഈ ഫിലിപ്പ് രാജാവ് അദ്ദേഹത്തിൻ്റെ വലിയൊരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ യവനന്മാരുടെ പാൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹം അവിടെ ഉണ്ട്. ഒന്ന് ഫിലിപ്പ് രാജാവിൻ്റെ വലിയൊരു വിഗ്രഹം, യവനന്മാരുടെ പാൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹം രണ്ടായി. ഇതുകൂടാതെ ബാലിൻ്റെ 14 വിഗ്രഹങ്ങൾ. ബാലിൻ്റെ ഒന്ന് ഫിലിപ്പ് രാജാവ് പണിഞ്ഞ വലിയൊരു വിഗ്രഹം, 2 യവനന്മാരുടെ പാൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹം, 3 ബാലിന്റെ 14 വിഗ്രഹങ്ങൾ. എന്ന് പറഞ്ഞാൽ 14 2 16 വിഗ്രഹങ്ങൾ തല ഉയർത്തി നിൽക്കുന്നതിന്റെ നടുക്കുന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പണിയും. ഇന്ന് രാത്രിക്കാല ദൂത് പിടികെട്ടിയവർ കരമുയർത്തി ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി, നമ്മുടെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി തല ഉയർത്തി എത്ര വിഗ്രഹങ്ങൾ നിന്നാലും പണിയുമെന്ന് ദൈവമാണ് പറഞ്ഞതെങ്കിൽ ഉടമന രഗതന ശാന്തൂര്യാമന രഗംദലഞ്ജന പ്രൗഢ. പ്രാർത്ഥിക്കുന്നവനെ ഉയരാൻ വിടത്തില്ലെന്നും ദർശനത്തോടെ സഞ്ചരിക്കുന്നവന്റെ സഭയെ തകർക്കുമെന്നും വിഷനുള്ളവന്റെ ദർശനത്തെ പൊളിക്കുമെന്നും വാതികെട്ടി വെല്ലുകെട്ടി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും ദൈവാത്മാവിന്ന് തകർത്ത് സഭയെ പണിയുമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ നടുവിൽ ചലിക്കുമെന്ന് ഞാൻ ആമേൻ പറഞ്ഞത് കൈമാറുകയാണ്. ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്മന ശാന്തൂര്യാമന രഗംദല ജലപ്രൗഢ. എത്ര വിഗ്രഹങ്ങൾ തലപൊക്കി നിന്നാലും, തകർക്കുമെന്ന് വാതികെട്ടി വെല്ലുകെട്ടി നിന്നാലും, ദൈവം പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. നമ്മൾ ചിന്തിക്കുക ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല കേട്ടോ. ഓ ശക്തിയോട് ഹാലേലൂയ പറഞ്ഞേ. നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല, നമ്മുടെ ദൈവം അസാധാരണമായ ദൈവമാണ്. ഈ ഫെലിസ്തീനൊക്കെ എല്ലാവരും കൂടെ ചിന്തിക്കുന്നറിയാമോ? പെട്ടകം പിടിക്കപ്പെട്ടു. ബൈബിളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ശമൂവേലിന്റെ പുസ്തകത്തിൽ പെട്ടകം പിടിക്കപ്പെട്ടു ദാഗോന്റെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കൊണ്ടുവച്ചു. നിങ്ങൾ വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞോണം. ദാഗോന്റെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇവരുടെ ചിന്ത പെട്ടകത്തിന്റെ ശക്തി തീർന്നെന്ന. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നത് അച്ചാച്ചന്മാരെല്ലാം കൂടെ എല്ലാവരും കൂടെ ഈ ഹല്ലേലൂയ പറഞ്ഞവനെ തോൽപ്പിച്ചു, സ്തോത്രം പറഞ്ഞവനെ തോൽപ്പിച്ചു, ആരാധിച്ചവനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിൽ പോയപ്പോൾ അന്ന് രാത്രി പെട്ടകം ചെയ്തത് അവിടെ ഒരു സംഭവം അങ്ങ് ചെയ്തു. ഇവരെല്ലാവരും കൂടെ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ഉയരാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് വാതികെട്ടി വെല്ലുകെട്ടി കൈ ഉയർത്തി തലപൊക്കി നിന്ന ദാഗോൻ കവിണ്ട് വീണ് കിടക്കുക.
ഇവരെല്ലാവരും കൂടെ എഴുന്നേപ്പിച്ച് നിർത്തിയപ്പോൾ ദാഗോന് 2 കൈയില്ല, കൈപ്പത്തിയില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു തമ്പുരാനെ, പെട്ടകം അങ്ങോട്ട് കയറി ചെന്ന് ദാഗോന്റെ കൈ വെട്ടിയത് എന്താ? തമ്പുരാൻ പറഞ്ഞ മറുപടി, ഇന്നലെ വരെ പ്രാർത്ഥിക്കുന്നവരെ ചെയ്ത ആ കൈയെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം തകർത്തു. ഇന്ന് രാത്രി വിശ്വസിക്കാതെ ദൈവമക്കളെ, നമ്മുടെ സഭയ്ക്ക് നേരെ, ദൈവമക്കൾക്ക് നേരെ പിശാച് ഏത് കരം കൊണ്ട് പ്രവർത്തിക്കുന്നു, ഉടമന രഗദ ശാതൂര്യമന ഞാൻ ഈ വചനം അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പങ്കുവെക്കാറില്ല. എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെടുന്ന സമയങ്ങളിൽ മാത്രമേ ഞാനിത് പങ്കുവെക്കാറുള്ളൂ. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനം ഇന്ന് രാത്രികാലം ഈ സഭയോട് ദൈവാത്മാവ് കൈമാറാൻ എന്നോട് ഹൃദ്യമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിനകത്തുള്ള വിടുതൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്തിരിക്കും. തകർക്കുമെന്ന് വാതികെട്ടി നിൽക്കുന്ന സകല ദാഗോന്റെ കൈപ്പത്തുകളെ തകർക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഈ സഭയ്ക്കകത്ത് ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോട് രാമേൻ പറ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഇവരെല്ലാവരും കൂടെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് കാണും, സാരമില്ല, കൈയില്ലെങ്കിലും കുഴപ്പമില്ല, ആളുണ്ടല്ലോ. ദാഗോൻ എന്ത് ചെയ്തു? എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഇവരിങ്ങനെ ചിന്തിച്ച് കാണും, കൈയില്ലെങ്കിലും കുഴപ്പമില്ല, ആളുണ്ടല്ലോ, നിൽക്കട്ടെ എന്ന് ചിന്തിച്ചു. ഇവരെല്ലാം കൂടെ ആളെ പിടിച്ച് നിർത്തിയിട്ട് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ കാണുന്ന കാഴ്ച, ആശം വീണ്ടും വീണ് കിടക്കുക. എഴുന്നേപ്പിച്ച് നിർത്തിയപ്പോൾ ഇന്നലെ കൈയില്ലായിരുന്നു, ഇന്ന് തലയില്ല. നിങ്ങൾക്ക് ആത്മാവിലൊന്ന് കാണാൻ പറ്റുമോ ദൈവമക്കളെ? ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു തമ്പുരാനെ, എന്താ തല തകർത്തേ? ഈ തല കൊണ്ട് ഇവൻ ചിന്തിച്ചേ സഭയെ എങ്ങനെ പൊളിക്കാമെന്ന്. ഈ തല കൊണ്ട് ഇവൻ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നവരെ തകർക്കാമെന്ന്. അങ്ങനെ ചിന്തിച്ചവന്റെ ചിന്തകളെ പോലും തകർക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. വിശ്വസിക്കുന്നവർ കരമടിച്ച് ശബ്ദത്തോട് രാമൻ പറഞ്ഞേ, എനിക്കും എൻ്റെ തലമുറയ്ക്ക് സഭയ്ക്ക് നേരെ ചിന്തിക്കുന്ന ചിന്തകളെ പോലും ഇത് പറഞ്ഞിട്ട് യേശു അടുത്ത വാക്ക് പറയുന്നതാണ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ. പത്രോസിനോട് പറയുന്ന വാക്കാ. ഞാൻ ചിന്തിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, പത്രോസിനേക്കാളും കഴിവുള്ള എത്രയോ ആൾക്കാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാർവോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ ഉണ്ടായിരുന്നു, ടാക്സ് കളക്ടറായ മത്തായി ഉണ്ടായിരുന്നു, അന്ത്രയോസും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ മീൻ പിടിച്ച് വലിയ മീനുമായിട്ട് നടക്കുന്ന ഈ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത പത്രോസിൻ്റെ കയ്യിൽ എന്തിനാ കർത്താവേ ഈ അഴിക്കാനും തുറക്കാനുള്ള താക്കോൽ കൈമാറ്റം, അധികാരത്തിൻ്റെ കൈമാറ്റം ദൈവം കൊടുത്തേ? അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിനകത്ത് വന്നൊരു ചിന്ത ദൈവാത്മാവിനെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വന്ന് ഇവൻ എപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് പറഞ്ഞോ, അടുത്ത സെക്കൻഡിൽ ഇതിനെ അഴിക്കാനോ തുറക്കാനുള്ള അധികാര കൈമാറ്റം ഞാൻ കൊടുത്തു. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. നമ്മളൊക്കെ സ്നാനപ്പെടാൻ വേണ്ടി സ്നാനക്കുളത്തിൽ നിൽക്കുന്ന സമയത്ത്, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്നാനക്കുളത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ സ്നാനപ്പെടുത്തുന്ന കർത്തദാസൻ നമ്മുടെ തലയിൽ കൈവച്ചിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവായ യേശു
നിനക്ക് വേണ്ടി താണഭൂമിയിൽ വന്നുവെന്നും മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇനി നിന്നെ ചേർക്കാൻ വേഗം വരുമെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ? ചോദിക്കുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ എന്ത് പറയുക? നാവ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വന്ന് പത്രോസ് ഹൃദയത്തിനകത്ത് വിശ്വസിച്ച് നാവ് കൊണ്ട് പറഞ്ഞ സെക്കൻഡിൽ ചിലതിനെ അടിക്കാനും തുറക്കാനുള്ള അധികാര കൈമാറ്റം നടന്നെങ്കിൽ, ഞാനും നിങ്ങളും ഇത് പറഞ്ഞ സെക്കൻഡിൽ ഈ അധികാര കൈമാറ്റം നടന്നില്ലേ? ഉടമന രഗത ശാന്തൂരിയാമാന, കുടുംബത്തിന്റെ നന്മകളെ അടച്ച, സഭയ്ക്കകത്തുള്ള വർധനവിനെ അടയ്ക്കാൻ ശ്രമിച്ച അന്ധകാര ശക്തികളുടെ തേർവാഴ്ചകളെ ഇന്ന് രാത്രി ആത്മാവിൽ തുറക്കാൻ ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്പന ശാന്തൂരിയാമാന. ദൈവമക്കളെ, ഇത് വച്ചിട്ട് ഏത് പ്രവാചകനെയാണ് നിങ്ങൾ അന്വേഷിച്ചു പോകുന്നത്? ഏത് പാസിൻ്റെ അടുത്താണ് നിങ്ങൾ അന്വേഷിച്ച് പോകുന്നത്? വേണ്ട. അധികാര കൈമാറ്റം എൻ്റെ നിങ്ങളുടെ അകത്ത് ദൈവം കൈമാറി ഇരിക്കുന്നിടത്തോളം കാലം ഒരു പ്രവാചകൻ വരണമെന്നില്ല. വീട്ടിൻ്റെ അകത്ത് പാവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഇന്ന് രാത്രി ശക്തിയോടെ കൈമാറുമ്പോൾ കരമടിച്ചതിന് ആമേൻ പറയാൻ. ഉടമന രഗത ശമ്പന രക്ഷത്തിലമ്മന. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ച കർത്താവേ, ആ അധികാര കൈമാറ്റം എന്മേൽ നടന്നതിനായി ഉടമന രഗത ശമ്പന രക്ഷത്തിലമ്മന ശാന്തൂരിയാമന രഗം തലഞ്ജന. ഹല്ലേലൂയ. ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്മന ശാന്തൂരിയാമന. എൻ്റെ ചോദ്യം, ദൈവം നമുക്കൊരു അധികാരം തന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും. രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് എന്ന് പറയുന്നൊരു അഭിഷിക്തനെ നമുക്ക് കാണാം. ഏലിയാവിനോട് ഒരു ദിവസം ദൈവം ഒരു ദൂത് പറയാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിട്ട് ഏലിയാവ് ഓടിക്കയറി വന്ന ആഹാബ് ഇരിക്കുന്ന കൊട്ടാരത്തിൻ്റെ അകത്ത് കയറി വന്നിട്ട് ആഹാബിനോട് വിരൽ ചൂണ്ടി പറയുന്നൊരു വാക്കിതാണ്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. എൻ്റെ ചിന്ത, ആഹാബ് എന്ന് പറയുന്ന മഹാനായ രാജാവിനെ കാണണമെങ്കിൽ എത്ര വാതിലുകൾ കടക്കണം, എത്ര പടയാളികളെ പിന്തള്ളി വേണം ഇവന് കയറാൻ. പക്ഷേ ദൈവത്തിൻ്റെ ദൂത് ഒരുത്തൻ്റെ അകത്ത് കത്തിയാൽ അവനെ തടയാൻ ഒരുത്തനെ കൊണ്ട് പറ്റത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഓടിക്കയറി കൊട്ടാരത്തിൻ്റെ അകത്ത് കയറി ഏലിയാവ് ആഹാബിനോട് ദൂത് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലിനെ അങ്ങ് അടച്ചു. എൻ്റെ ചോദ്യം, ആഹാബിൻ്റെ സ്വഭാവം എന്തെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ മുഴുവനും വിഗ്രഹാരാധനയിലേക്ക് നയിച്ച ആളാണ് ഈ ആഹാബ്. ഇസ്രായേൽ മക്കളെ മുഴുവനും വിഗ്രഹാരാധനയിലേക്ക് നയിച്ച് ദൈവമെന്ന് പറയുന്ന ആളെ മറന്ന് കളയത്തക്ക നിലവാരത്തിൽ ജനത്തിൻ്റെ ഹൃദയത്തിനകത്ത് വിഗ്രഹാരാധന കൊണ്ടുവരുവാൻ 1-ാം നമ്പറായി പ്രവർത്തിച്ച ആളാണ് ഈ ആഹാബ് ഈ സഭയിലും. അപ്പം എൻ്റെ ചോദ്യം, ആഹാബല്ലേ ഈ ജനത്തെ കൊണ്ട് ഈ പാപം ചെയ്യിപ്പിച്ചേ? അപ്പോൾ ആഹാബേ, ഇനി ഞാൻ പറഞ്ഞല്ലാതെ നീ അനങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ ആഹാബ് എന്ത് ചെയ്യത്തില്ല? അനങ്ങത്തില്ല. ഇനി ഞാൻ പറഞ്ഞല്ലാതെ നിന്റെ കയ്യോ കാലോ ചലിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആഹാബിൻ്റെ കയ്യോ കാലോ. പക്ഷെ ഇതൊന്നും പറയാതെ ഒരു ബന്ധവും ഇല്ലാതെ ഏലിയാവ് പറയുന്ന വാക്കിതാണ്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും. ഞാൻ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞ് ഒരു അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ അടിക്കുമോ അതോ എൻ്റെ ഭാര്യനെ കുഞ്ഞിനെ ചേർത്തടിക്കുമോ? ആരെ മാത്രമേ അടിക്കത്തുള്ളൂ? കുഞ്ഞിനെ മാത്രമേ അടിക്കത്തുള്ളൂ. കാരണം അനുസരണക്കേട് കാണിച്ചവനാ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തെ മൊത്തം ഈ പാപത്തിലേക്ക് നയിച്ച ആഹാബിനെ മാത്രം ശിക്ഷിച്ചാൽ പോരെ? പകരം ഈ മഴയും മഞ്ഞും പെയ്യാതെ സകലതും അടച്ചു കളഞ്ഞാൽ ജനം മൊത്തം കഷ്ടത്തിലാകത്തില്ലേ? അപ്പോഴാണ് ചരിത്രം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലൊരു കാര്യം,
ഈ ആഹാബിൻ്റെ ഭാര്യയുടെ പേര് ഇസബേൽ എന്നാണ്. ഇസബേലിൻ്റെ അപ്പൻ്റെ പേര് യഗ്ബാൽ എന്നാണ്. യഗ്ബാൽ എന്ന് പറഞ്ഞാൽ സീദോനിയ രാജാവാണ്. ഈ സീദോൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത, സീദോൻ എന്ന് പറയുന്ന രാജ്യത്തിന് 53 ഗോത്രമുണ്ട്. 53 ഗോത്രം. ഇസ്രായേലിന് 12 ഗോത്രമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന നിയമം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അങ്ങോട്ടായിരുന്നാലും ഇങ്ങോട്ടായിരുന്നാലും, പെണ്ണാണിനെയോ ആണ് പെണ്ണിനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ 12 ഗോത്രത്തിൻ്റെ അകത്തുനിന്ന് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവുള്ളൂ. പക്ഷേ ഈ നിയമം അറിയാവുന്ന ആഹാബ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ നിയമം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ദൈവത്തിന് ഹിതമില്ലാത്തൊരു പ്രവൃത്തിയിലേക്ക് താൻ ചലിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത് വിഗ്രഹങ്ങളെ സേവിക്കുന്ന സീദോനിയ രാജാവ് യഗ്ബാലിൻ്റെ മകളായ ഇസബേലിനെ കല്യാണം കഴിച്ച 53 ഗോത്രവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഈ ഇസബേലിനും അപ്പനായ യഗ്ബാലിൻ്റെ സ്വഭാവം എന്നറിയാമോ? സീദോനിയ രാജ്യത്ത് ഒരു പ്രത്യേകതയുണ്ട്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്, എല്ലാ വർഷവും മഞ്ഞും മഴയും പെയ്യാൻ ഈ ഇസബേലും അപ്പനായ യഗ്ബാലും ആ സീദോൻ രാജ്യവും എന്ത് ചെയ്യുമെന്നറിയാമോ? 53 ഗോത്രത്തിൻ്റെ പേരെഴുതിയിടും. 53 ഗോത്രത്തിൻ്റെ പേരെഴുതിയിടും. എന്നിട്ട് അതിലൊരു ഗോത്രത്തിനെ തിരഞ്ഞെടുക്കും. അവരുടെ രാജ്യത്ത് മഞ്ഞിൻ്റെ ദേവനാണ് ബാൽ, മഴയുടെ ദൈവമാണ് അശേര. ഈ അശേരയ്ക്കും ബാലിനും ബലി കൊടുക്കുന്നൊരു സ്വഭാവം അന്നത്തെ കാലത്ത് ആ രാജ്യത്തുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ 53 ഗോത്രത്തിൻ്റെ പേരെഴുതിയിട്ടിട്ട് അതിലൊരു ഗോത്രത്തിനെ തിരഞ്ഞെടുക്കും. എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തിൻ്റെ അകത്തുള്ള സകല കുടുംബങ്ങളുടെ പേരെഴുതിയിടും. എന്നിട്ട് ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കാം. ആ കുടുംബത്തിലുള്ള സകല ആൺ തലമുറകളുടെ പേരെഴുതിയിടും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? അതിലൊരു ആൺ തലമുറയെ തിരഞ്ഞെടുത്ത് മഞ്ഞും മഴയും എല്ലാ വർഷവും ഇവിടെ രാജ്യത്ത് പെയ്യാൻ ബാലിനും അശേരയ്ക്കും ബലി കൊടുക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം തെറ്റിച്ച് ഏലിയാവ് ഇസബേലിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സംഭവിച്ച കാര്യം, അവിടെ നടന്നുകൊണ്ടിരുന്ന ഈ ആചാരം ഇവിടെയുമായി. അതുകൊണ്ടാണ് യേശു സുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഇസ്രായേലിൽ അനേക വിധവമാരുണ്ടായിരിക്കെ ഏലിയാവിനെ ദൈവം സാരാഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് അയച്ചു. എങ്ങനെ ഇസ്രായേൽ ഇത്രയും വിധവമാരുണ്ടായേ? ഈ ഇസബേലിനെ കല്യാണം കഴിച്ച് ആഹാബ് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ 12 ഗോത്രത്തിൽ ഉള്ള എല്ലാവരുടെ പേരെഴുതിയിടും. എന്നിട്ട് ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കും. ആ കുടുംബത്തിനകത്തുള്ള സകല ആൺ തലമുറകളെയും പേരെഴുതിയിടും. എന്നിട്ട് അതിലൊരു ആൺ തലമുറയെ തിരഞ്ഞെടുത്ത് മഞ്ഞും മഴയും പെയ്യാൻ ബാലിനും അശേരയ്ക്കും ബലി കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ദൈവത്തിന് ഹിതമില്ലാത്ത ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കൈവച്ച് തുടങ്ങിയാൽ നിങ്ങൾ പോലും അറിയാതെ കുടുംബത്തിനകത്ത് വന്നു കയറുന്ന വാള് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഏതെങ്കിലും വലയ്ക്കകത്ത് വീണിട്ടുണ്ടെങ്കിൽ മടങ്ങി വാ, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഇങ്ങനെ എടുത്തു പറയുക, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്. പക്ഷേ അതിനെ തകർക്കാൻ പിശാച് വച്ചിരിക്കുന്ന വലയ്ക്കകത്ത് നീ വീണാൽ നിന്നെ തകർക്കാൻ ഒരു പറ്റ ശത്രു നിൽപ്പുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടുക, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രവൃത്തി ഇസ്രായേലിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഏലിയാവിനെ അയച്ചിട്ട് പറയുന്നത്. ഏലിയാവ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ആഹാവേ, നിന്റെയും നിന്റെ ഭാര്യയുടെ ചിന്ത, നീയും നിന്റെ ഭാര്യയും ചേർന്ന് ഈ ബലി കൊടുക്കുന്നത് കൊണ്ടാണ് മഞ്ഞുമഴ പെയ്യുന്നതാണോ? നോ. ഇനി ദൂത് പ്രാപിച്ച ഞാൻ പറയാതെ ഈ ദേശത്തൊരു ബാലിന്റെ പ്രവൃത്തിയും ചലിക്കത്തില്ല. അഭിഷേകത്തിനെ വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞോണം. 2025 എൻ്റെ സഭയ്ക്കകത്ത് മുഴങ്ങുന്ന ദൂത് പ്രകാരം ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്പന എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ പറയുന്നതല്ലാതെ ഉടമ രഗത ശാന്തൂരിയാമാന രഗന്തലഞ്ജന പ്രൗഢ പ്രാർത്ഥിക്കുന്ന ഞാൻ പറയാതെ, ഉപവസിക്കുന്ന ഞാൻ പറയാതെ, ദൂത് പ്രാപിച്ച ഞാൻ പറയാതെ ഒരു അന്ധകാര ശക്തിയുടെ ചലനങ്ങളും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിച്ചോണം.
കഴിഞ്ഞ ഇടയ്ക്ക് പ്രാർത്ഥിച്ചു. ഞാൻ 1-2 സഭകളിൽ ഞാൻ പങ്കുവച്ച വിഷയമാണ്. എന്നെ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ബലപ്പെടുത്തിയൊരു വിഷയം, ഒരു വചനം ഇതാണ്. ഞാൻ 1-2 സ്ഥലത്ത് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ എടുത്ത് പറയാം. മക്കളെ, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ചോദിക്കണം നിങ്ങൾ എന്തോ കാണുന്നുണ്ടെന്ന് ചോദിക്കണം. എന്തോ കാണുന്നുണ്ട്? ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ പറയും ഇയ്യോബിനെ കാണുന്നുണ്ട്, ഇയ്യോബിൻ്റെ മനോഹരമായ കുടുംബം കാണുന്നുണ്ട്, ഇയ്യോബിൻ്റെ മൃഗസമ്പത്ത് കാണുന്നുണ്ട്, മനോഹരമായ ഭവനം കാണുന്നുണ്ട്, അവന് ദൈവം കൊടുത്ത സമ്പത്ത് കാണുന്നുണ്ട്, അവൻ ഭയങ്കര സമൃദ്ധിയിലിരിക്കുന്നതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. ഇനി ഈ മൈക്കെടുത്ത് പിശാചിനോട് കൊടുത്തിട്ട് പറയണം, പിശാചെ നീ എന്തോ കാണുന്നുണ്ട്? പിശാച് പറയും ഇതിനെയെല്ലാം മറയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ വേലി ഞാൻ കാണുന്നുണ്ട്. രണ്ടുപേരും കണ്ട കാഴ്ചയുടെ വ്യത്യാസം കണ്ടോ? അടുത്തുള്ള സ്നേഹിതന്മാർ കണ്ടതെന്താ? ഇയ്യോബിനെ കണ്ടു, ഭവനം കണ്ടു, മൃഗസമ്പത്ത് കണ്ടു, നന്മ കണ്ടു, കുഞ്ഞുങ്ങളെ കണ്ടു, എല്ലാം കണ്ടു. പക്ഷേ പിശാച് കണ്ടത് ഇതിനെ മറയ്ക്കുന്നൊരു വേലിയാ. ദൈവമക്കളെ, പ്രശ്നങ്ങൾ നിങ്ങൾ കാണല്ലേ, അതിൻ്റെ മുകളിൽ ചലിക്കുന്ന ദൈവകരം കാണാം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ചെങ്കടൽ നോക്കണ്ട, എരികോ കോട്ട നോക്കണ്ട, അതിന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തെ കാണാം. ഉടമ രഗദ ശാതൂരിയാമാന, ഉടമല രഗദല ശംബന രക്ഷത്തിലമന ശാതൂരിയാമാന. ഈ പ്രശ്നങ്ങളെ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ തളർന്നു പോകുന്നേ. ഈ മോശയിടത്ത് ദൈവം പറഞ്ഞു, നീ കടലിന് നേരെ എന്ത് നീട്ടണം? കൈ നീട്ട്, വടി നീട്ട്. മോശേനെ ദൈവം ഇസ്രായേലിനെ വിടുവിക്കാൻ മിസ്രൈമിലേക്ക് അയക്കുന്നതിന് മുൻപേ അടയാളം കാണിച്ചത് മോശയെടുത്ത് ദൈവം പറഞ്ഞു, നിന്റെ വടി നീ താഴെ ഇട്, അടയാളം ഞാൻ കാണിക്കാം. അപ്പൊ ദൈവത്തിന്റെ അത്ഭുതം ആദ്യം വെളിപ്പെട്ട് കിട്ടിയത് ഏതിലാ? കയ്യിലിരുന്ന വടിയില. കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് മോശയുടെ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് തോൽവി. അപ്പോ വടിയിൽ വ്യാപരിച്ച ശക്തി ഇപ്പൊ എവിടെ വന്നു? കയ്യിൽ വന്നു. മാറിയത് കൊണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറയുക, മോനെ നീ പാറയോട് കൽപ്പിക്കണം. അപ്പൊ കയ്യിലിരുന്ന ശക്തി ഇപ്പൊ എവിടെ വന്നു എന്ന് പറഞ്ഞാൽ, വടിയിലുള്ളത് കയ്യിൽ വന്നു, കയ്യിലുള്ളത് നാവിൽ വന്നപ്പോൾ നീ പറഞ്ഞാ മതി, സംഭവിക്കും. 2025 അങ്ങനെ ഒരു വർഷമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അഭിഷേകം പ്രാപിച്ച ഞാൻ പറയുന്നത് എന്റെ കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് സംഭവിക്കത്തക്ക നിലവാരത്തിൽ. ഉടമന രഗതന ശംബന. ഏലിയാവ് ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഓടിപ്പോയി. എന്നെ ചിന്തിപ്പിച്ച വിഷയം, ഈ ആഹാബ് ആ സമയം മുതൽ ഇങ്ങനെ കാത്തിരിക്കുക മഴയും മഞ്ഞും പെയ്യുന്നില്ല. കാരണം കിളിവാതിൽ അടച്ചത് തമ്പുരാനാ. ദൈവമക്കളെ, നിങ്ങൾ ആരും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ എന്നെ മറന്നാലും എല്ലാം മറന്നാലും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരാൾ വന്നിട്ട് ഈ സഭയെ നോക്കിയിട്ട് പറയുക ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ട് പറയുക ഇങ്ങനെ സംഭവിക്കും. നോ, അത് ദൈവഹിതമല്ലാത്ത വാക്കാണെന്ന് വിവേചിച്ച് നിങ്ങൾക്ക് മനസ്സിലായാൽ വിട്ടുകളയണം. ഇതിനെ അങ്ങ് പിടിച്ചിട്ട് വാഗ്ദത്തത്തിൽ വിശ്വസിക്കണം. ഇത് വളർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തോ വലിയ പ്രശ്നം വന്നാലും എൻ്റെ കുടുംബത്തിനകത്തുള്ള വാഗ്ദത്തത്തെ പൊളിക്കാൻ ഞാനത് പറയുമ്പോൾ ഇതിൻ്റെ അകത്തത് ചലിക്കുകയാണ്. ദൈവമക്കളെ, ഉടമ രഗത ശാതൂരിയാമാന രഗം തലഞ്ചന പ്രൗഢ. എന്റെ വാഗ്ദത്തത്തിന്റെ മുകളിലല്ല പിശാചിന്റെ വാക്ക്. എന്നോട് പറഞ്ഞ ദൂതിനേക്കാളും വലുതല്ല പിശാചിന്റെ പ്രവൃത്തി. ഉടമ രഗത ശാതൂരിയാമാന.
രകന്തലം ജനപ്രൗഢ. എനിക്കറിയത്തില്ല ദൈവമക്കളെ, ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഈ ആലയത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ ദൂതിനെ പൊളിക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുടെ തേർവാഴ്ചകളെ ഉടമരഗത ശംബന രക്ഷത്തിലംബന ശാന്തൂരിയാമാന രഗന്തലഞ്ജന പ്രൗഢ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമരഗത ശംബന രക്ഷത്തിലംബന. പോർക്കളത്തിൽ ഗോലിയാത്ത് നിൽപ്പുണ്ട്. ശരിയാണ്, പോർക്കളത്തിൽ ഗോലിയാത്ത് നിൽപ്പുണ്ട്. ശൗലും ദാവീദിന്റെ ചേട്ടന്മാരെല്ലാവരും കൂടെ പേടിച്ച് നിൽക്കുക. ശൗലിന്റെ പടച്ചട്ട എടുത്ത് ദാവീദിനെ കൊടുത്തിട്ടും ചേരുന്നില്ല. ദാവീദിനോട് പറയാ, മോനെ നീ മുമ്പോട്ട് പോകല്ലേ, നിന്നെ കൊണ്ട് പറ്റത്തില്ല. അഭിഷേകം വീണവനോട് ആൾക്കാർ പറയുന്ന വാക്കിതാ, തുടങ്ങല്ലേ, മിനിസ്ട്രി ചെയ്യല്ലേ, അവിടെ ചെയ്യല്ലേ, നീ ഇക്ഷ ഇന്ന വരയ്ക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യല്ലേ, നിന്റെ കുടുംബത്തിന് വേണ്ടി അങ്ങനെ ചെയ്യല്ലേ. ഒരു പറ്റ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അഭിഷേകം വീണവൻ കല്ലുമായിട്ട് മുമ്പോട്ട് പോയി. അതായിരിക്കണം ദൈവത്തിന്റെ മകൻ. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോ എൻ്റെ അകത്തൊരു ധൈര്യം വ്യാപരിക്കുക. ഉടമ രഗത ശംബന രക്ഷത്തിലംബന. അയ്യോ പോകല്ലേ, നീ വെട്ടുകൊണ്ട് വീഴുന്ന ഞങ്ങൾ കാണും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യല്ലേ, പൊന്നു ദൈവാസനെ അവിടെ തുടങ്ങല്ലേ. അയ്യോ സഭ നിങ്ങൾ തുടങ്ങല്ലേ, അവിടെ നിങ്ങൾ ആ പ്രവർത്തനം ചെയ്യല്ലേ. ജീവിത പങ്കാളി അങ്ങോട്ട് പോകണ്ട. അയ്യോ ഇപ്പൊ വിദേശ യാത്ര, കുഞ്ഞുങ്ങൾ അവിടെ വിട്ട്. കേട്ട ദൂതിന് വിപരീതമായി സംസാരിക്കുന്ന ശൗലും ആൾക്കാരെയും അവിടെ നിർത്തിക്കോണം. വീണ അഭിഷേകത്തെ വിശ്വസിക്കണം. സിംഹത്തെ കീറാൻ ഇവരാരും ഇല്ലായിരുന്നല്ലോ, നീ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കരടി അടിച്ചു കൊല്ലാൻ ഇവരാരും ഇല്ലായിരുന്നല്ലോ, നീ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് മതി ചിലതിനെ ജയിക്കാൻ. ഇന്ന് രാത്രി വിശ്വസിച്ചു രാമേൻ പറ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഉടമ രഗത ശാന്തൂരിയാവനെ. എനിക്കറിയത്തില്ല ദൈവമക്കളെ, ദൈവാത്മാവ് അങ്ങനെ ചിലത് ചെയ്യുക. അഭിഷേകത്തിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഏലിയാവ് ഇത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം, സമയം പോയില്ല. ഏലിയാവ് ഇത് പറഞ്ഞു കഴിഞ്ഞു. ദൈവം ആകാശത്തിലെ കിളിവാതിലും അടച്ചു. 3.5 കൊല്ലം മഞ്ഞും മഴയും പെയ്യുന്നില്ല. ജനം മൊത്തം പട്ടിണിയിലായി. ദേശം മൊത്തം ക്ഷാമം കൊണ്ട് നിറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഏലിയാവിനെ കൊല്ലാൻ പരക്കം പാഞ്ഞ് നടക്കുക ഇസ്രായേലിന്റെ പട്ടാളം മുഴുവൻ. ആഹാബും ഇസ്രായേലിന്റെ പട്ടാളം മുഴുവൻ ഏലിയാവിനെ കൊല്ലാൻ പരക്കം പാഞ്ഞ് നടക്കുക. ഇങ്ങനെ നടക്കുന്ന സമയത്താണ് സാരാഫത്തിലെ വിധവയുടെ അടുത്തേക്ക് ദൈവം ഏലിയാവിനെ അയക്കുന്നതും കെരീത്ത് തോട്ടിൽ വെച്ച് ഏലിയാവിനെ ദൈവം പോഷിപ്പിക്കുന്നതും. അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ എനിക്ക് സമയമില്ലല്ലോ, വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടാം.
ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഏലിയാവിനെ എന്തായിരിക്കാം ദൈവം കാക്കയിൽ കൂടെ പോഷിപ്പിച്ചേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ചിന്തയ്ക്കകത്ത് വന്നൊരു വിഷയം, ഞാൻ പാർക്കുന്ന ആ കൊച്ചു സ്ഥലം, ആ ഏരിയ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞു, ഒരു ഹല്ലേലൂയ പറഞ്ഞ ശക്തിയോടാ. ഞാൻ പാർക്കുന്ന ആ കൊച്ചു സ്ഥലത്തിൻ്റെ അകത്ത് എനിക്കറിയാം, എൻ്റെ അടുത്തുള്ള വീട്ടുകാരെ അറിയാം, അപ്പുറത്തുള്ളവരെ അറിയാം, മുൻപിലുള്ളവരെ അറിയാം, പുറകെ ഉള്ളവരെ അറിയാം, ഏകദേശം 4 ചുറ്റുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരെ എല്ലാവരെയും എനിക്കറിയാം. അവിടെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ താമസിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ വീട്ടിന് ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾക്കും അറിയാം. എന്നാൽ പരിചയമില്ലാത്തൊരു വ്യക്തി കൂടെ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ആ വഴിയിൽ കൂടെ ഒരു വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്വേഷിക്കുമല്ലേ, ഇതാരാണ്, എവിടെ നിന്ന് വരുന്ന ആളാണ്, പുള്ളി എന്തോ പരിപാടിക്കാണ് ഇവിടെ വരുന്നത്? നിങ്ങൾ കാരണം പരിചയമില്ലാത്ത വ്യക്തിയാണ്. ചരിത്രം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഈ കെരീത്ത് തോട് ആഹാബിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ പുറകിലാണ്. ഇസ്രായേൽ പട്ടാളം മൊത്തം ഈ അഭിഷക്തനെ കൊല്ലാൻ വേണ്ടി തിരഞ്ഞു നടക്കുമ്പോഴേ ദൈവം അവൻ്റെ പുറകെ ഇവനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പം ഞാൻ ചിന്തിച്ചൊരു വിഷയം, എന്താ കർത്താവേ ഒരു മനുഷ്യൻ്റെ കയ്യിൽ വെച്ച് ഫുഡ് കൊടുത്തേക്കാതെ കാക്കയിൽ കൂടെ കൊടുത്തേ? അപ്പോഴാണ് എനിക്ക് ബൈബിളിലൊരു വചനം ഓർമ്മ വന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നൊരു വാക്ക് ഇതാണ്. ആ വാക്ക് ശ്രദ്ധിക്കണം, വചനം. എനിക്കറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒരു 3 കാര്യം ശലോമോൻ പറഞ്ഞ ഒരു 3 കാര്യം ഞാൻ പറയാം. 1, പാറമേലുള്ള സർപ്പത്തിൻ്റെ വഴി എനിക്കറിയത്തില്ല. പാറമേലുള്ള സർപ്പത്തിൻ്റെ വഴി എനിക്ക് അറിയത്തില്ല. 2, കന്യകയുടെ പുറകെയുള്ള പുരുഷൻ്റെ വഴി എനിക്ക് അറിയത്തില്ല. 3, ആകാശത്തിലെ പക്ഷിയുടെ വഴി എനിക്ക് അറിയത്തില്ല. 1, പാറമേലുള്ള സർപ്പത്തിൻ്റെ വഴി അറിയത്തില്ല. 2, കന്യകയുടെ പുറകെയുള്ള പുരുഷൻ്റെ വഴി അറിയത്തില്ല. 3, ആകാശത്തിലെ പക്ഷിയുടെ വഴി. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് പോലും ആകാശത്തിൽ കൂടെ പറക്കുന്ന പക്ഷിയുടെ റൂട്ട് പിടികിട്ടത്തില്ലെങ്കിൽ അഭിഷക്തനെ പോറ്റാൻ ഒരു കാക്കയെ ദൈവം അയച്ചാൽ ആ റൂട്ടിനെ അടയ്ക്കാൻ ഏത് ശക്തിക്ക് പറ്റും? ഇന്ന് രാത്രി വിശ്വസിക്കുക ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൂത് ദൈവം കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ, ആ വഴിയെ കണ്ടുപിടിച്ച് തടയാൻ ഉലകത്തിൽ ശക്തിയുള്ള ഒരുത്തനുമില്ലെന്ന ഉടമ രഗത ശാന്തൂരിയാമാന രഗദലഞ്ചന പ്രൗഢ. വേഗത്തിൽ പറഞ്ഞൂടാ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മഴ പെയ്യാൻ വേണ്ടി ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല, വേഗത്തിൽ സമയം പോയല്ലോ. ഒരു 5 മിനിറ്റ് കൂടെ മഴ പെയ്യാൻ വേണ്ടി സമയമായി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ വന്നു. അതിലൊക്കെ ഒരുപാട് ചിന്തകളുണ്ട്, ഞാൻ എല്ലാം സ്പീഡിൽ പറഞ്ഞു വിടുക. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ വന്നു. ബാലിൻ്റെ 850 പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെ പ്രാർത്ഥിച്ചു, തീ ഇറങ്ങിയില്ല. ഏലിയാവ് 3 സെക്കൻഡിനകത്ത് തീരുന്ന ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്ന് തീ ഇറങ്ങി, യാഗപീഠത്തെ മൊത്തം കത്തിച്ചു കളഞ്ഞു. ഞാൻ ചോദിച്ചു, ഏലിയാവേ, ബാലിൻ്റെ 850 പ്രവാചകന്മാർ ഭൂരിപക്ഷമായി നിന്റെ മുൻപിൽ നിന്നിട്ട് നിന്റെ കാല് വിറയ്ക്കാത്തത് എന്താ? ഭൂരിപക്ഷം 850 നിന്റെ മുമ്പിൽ നിന്നിട്ടും നീ ഒറ്റയ്ക്ക് നിന്നിട്ട് നിന്റെ കാല് വിറയ്ക്കാത്ത എന്താ ഏലിയാവേ? ഏലിയാവ് പറയും, ദൂതകത്ത് കിടക്കുന്ന എൻ്റെ കാല് പർവ്വതത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു ബാലിൻ്റെ തീയും ഈ ദേശത്ത് ഇറങ്ങത്തില്ല. വിശ്വസിച്ച് രാമേൻ പറഞ്ഞോണം. ഈ സഭയെക്കുറിച്ച് ദൈവം ഒരു ദൂത് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം, നിങ്ങളെക്കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഒരു ബാലിൻ്റെ ശക്തിയും ചലിക്കത്തില്ലെന്ന് വിശ്വസിച്ചോണം. ഉടമ രഗത ശാന്തൂരിയാമാന. അങ്ങനെ തീയിറങ്ങി ബാലിൻ്റെ 850 പ്രവാചകന്മാരെ താഴ്വരയുടെ അടിയിൽ വെച്ച് ഏലിയാവ് വെട്ടി കൊന്നുകളഞ്ഞതിന് ശേഷം ഏലിയാവ് തൻ്റെ ശിഷ്യനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ പോയി രാജാവിനോട് പറയണം, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്, വേഗത്തിൽ രഥം പൂട്ടി പോകാൻ വേണ്ടി പറയുന്നതിന് തൊട്ടു മുമ്പായി ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്. ഏലിയാവ് ഒബദ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ ചിന്ത, 3.5 കൊല്ലമായി മഴ പെയ്തിട്ട്, എൻ്റെ ചിന്തകളെല്ലാം വിടുക, രാഷ്ട്രത്തിൽ 2 കാര്യം മാത്രം പറഞ്ഞിരിക്കാം. 3.5 കൊല്ലമായി മഴ പെയ്തിട്ട്, ഈ 3.5 കൊല്ലമായി ഏലിയാവിനെ കൊല്ലുവാൻ വേണ്ടി ഇസ്രായേൽ പട്ടാളം മൊത്തം അരിച്ചു പറക്കി നടക്കുക. എന്നിട്ടും അഭിഷക്തനെ ഇവരുടെ ആരുടെയും കയ്യിൽ കിട്ടിയില്ല.
ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും 3.5 കൊല്ലം ഇത്രയും ശക്തരായ ഇസ്രായേൽ പട്ടാളം മൊത്തം അരിച്ചു പറക്കിട്ടും ഈ അഭിഷക്തനെ കിട്ടാത്തത്? ബൈബിൾ എഴുതിയിരിക്കുന്നത്, മഴ പെയ്യാൻ വേണ്ടി സമയമായപ്പോൾ ഏലിയാവ് ഓബദ്യാവ് എന്ന് പറയുന്ന ഒരു അഭിഷക്തനോട് പോയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നീ പോയി രാജാവിനോട് പറയണം. ഏലിയാവ് ഓബദ്യാവിനോട് പറയുകയാണ്, നീ പോയി രാജാവിനോട് പറയണം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണം. 3.5 കൊല്ലമായിട്ട് ഈ ഏലിയാവിനെ അന്വേഷിച്ച് നടക്കുവാണേ. നീ പോയി രാജാവിനോട് പറയണം ഞാനിവിടെ ഉണ്ടെന്ന്. ആ സമയത്ത് ഓബദ്യാവ് പറഞ്ഞൊരു വാക്ക് ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ പോയി പറയത്തില്ല. ഉടനെ ഏലിയാവ് ചോദിച്ചു, അതെന്താ പോയി പറയാത്തേ? നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ രാജാവിനെ വിളിച്ചോണ്ട് ഇവിടെ വരുമ്പോൾ നിന്നെ ദൈവം എടുത്തോണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. എന്നിട്ട് നീ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷം രാജാവിനെ വിളിച്ചുകൊണ്ട് അവിടെ വരുമ്പോൾ നിന്നെ ദൈവം എടുത്തോണ്ട് വേറെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ 3.5 കൊല്ലമായിട്ടും ദൂത് പ്രാപിച്ച അഭിഷക്തനെ ഒരുത്തൻ്റെ കയ്യിൽ കിട്ടാത്തതിൻ്റെ കാരണം ഏലിയാവ് നടക്കയില്ലായിരുന്നു, ഏലിയാവ് ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. ഓ ഉടമ രഗത ശാത്തൂരിയാമാന, ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ ദൂത് മനസ്സിലായോ ദൈവമക്കളെ? നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ രാജാവിനെ വിളിച്ചോണ്ട് വരുമ്പോൾ നിന്നെ ദൈവം എടുത്തോണ്ട് വേറെ എവിടെയെങ്കിലും. എന്താ ദൂത് കിട്ടിയവനെ മരണപ്പന്തൽ വിരിച്ച് കിടത്താൻ പിശാച് ശ്രമിച്ചിട്ടും ഇന്നും ജീവനോട് ഇരിക്കുന്നത്? എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, നെവിന് നിന്റെ സാമർത്ഥ്യമല്ല, പകരം നീ ദൈവത്തിന്റെ കയ്യിലായിരുന്നു, കയ്യിൽ. ഓ ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ കരമടിച്ച് ശക്തിയോടെ ഒന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ കരമടിച്ച് ശക്തിയോടെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്, ഞാൻ നേടിയതല്ല. ഒരു കാര്യം കൂടെ, മഴ പെയ്യാൻ വേണ്ടി സമയമായി. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ മുഴങ്കാലുകളുടെ ഇടയിൽ തലവെച്ച് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഈ ദൂത് ശ്രദ്ധിച്ചൊരു ആമേൻ പറയണേ. ഈ മുഴങ്കാലുകളുടെ ഇടയിൽ തലവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി കടലിന് നേരെ നോക്കാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ചരിത്രം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഈ പർവ്വതവും കടലും തമ്മിൽ എത്ര കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെന്നറിയാമോ? പർവ്വതം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കയറ്റമല്ല. നമ്മളൊക്കെ ഒരു 2 കിലോമീറ്റർ ഒന്ന് കയറിയാൽ കിതച്ചു വന്ന് ഇവിടെ ഇരിക്കും. പർവ്വതം എന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിലുള്ള സാധനമെന്ന് അറിയാമോ? അപ്പോൾ ശിഷ്യനോട് ഏലിയാവ് പറയുകയാണ്, നീ പോയി കടലിന് നേരെ. ശിഷ്യൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഓടി കടലിന് നേരെ പോയി നോക്കി, തിരിച്ചോടി പർവ്വതത്തിൽ കയറി വന്നിട്ട് പറഞ്ഞു, ഒന്നും കണ്ടില്ല. വീണ്ടും ഏലിയാവ് പറഞ്ഞു, 2ാമത്തെ പ്രാവശ്യം പോകാൻ പറഞ്ഞു. 1ാമത്തെ പ്രാവശ്യം പോയി കണ്ടില്ല. 2ാമത്തെ പ്രാവശ്യം പോയി കണ്ടില്ല. ഞാൻ വിശ്വസിക്കുകയാണ് ഈ ദൂത് ഈ സഭയ്ക്കകത്ത് സംഭവിച്ചിരിക്കും. ആമേൻ. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആമേൻ. 2ാമത്തെ പ്രാവശ്യം പോയി കണ്ടില്ല. 3ാമത്തെ പ്രാവശ്യം പോയി കണ്ടില്ല. 4ാമത്തെ പ്രാവശ്യം പോയി ഒന്നും കണ്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയായിരിക്കാം, ഈ പർവ്വതത്തിൽ ഓടിക്കേറി കടൽ വരെ പോയിട്ട് വന്നപ്പോൾ 5ാമത്തെ പ്രാവശ്യമായപ്പോൾ ശിഷ്യന് വയ്യാതായി കാണും, അല്ലേ? വയ്യാതായി കാണും. ഇരുന്നും നിന്നും റെസ്റ്റ് എടുത്തും പതുക്കെ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഒരു രക്ഷയില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും. എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, 6ാമത്തെ പ്രാവശ്യം വീണും എഴഞ്ഞും എഴുന്നേറ്റുമൊക്കെ ആയിരിക്കാം പോയത്. എഴയേണ്ടി വന്നിരുന്നാലും പ്രാർത്ഥന നിർത്തരുത്. എഴയേണ്ടി വന്നിരുന്നാലും ഉപവാസം നിർത്തരുത്. തളർന്നു പോകേണ്ട സാഹചര്യം വന്നാലും പ്രാർത്ഥന നിർത്തരുത്. വിശ്വസിക്കുന്നവൻ ഒരടയാളം കണ്ടിരിക്കും. ആറാമത്തെ പ്രാവശ്യം നിന്നും ഇരുന്നും എഴഞ്ഞും വീണുമൊക്കെ പൊയ്ക്കാണ് ചിലപ്പോൾ അഭിഷിക്തൻ. വയ്യാതായി പോണവൻ ഏലിയാവ് പർവ്വതത്തുനിന്ന് നോക്കുമ്പോൾ 7ാമത്തെ പ്രാവശ്യം വയ്യാതെ നടന്നു പോയവൻ പടക്കുതിരയെ പോലെ ഓടി വരുക.
പടക്കുതിരയെ പോലെ ഓടി വരുന്ന ശിഷ്യനോട് ചോദിച്ചു, നീ എന്താ ഇത്ര സ്പീഡിൽ ഓടി വരുന്നേ? ഞാനൊരു അടയാളം കണ്ടു, ദൈവത്തിന്റെ കൈപ്പത്തി പോലത്തെ ഒരു മേഘം ഞാൻ കണ്ടു. ഓ, ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവന് മുൻപാകെ വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കൈയുണ്ട്. ഏലിയാവ് ശിശുവിനോട് ചോദിച്ചു, നീ എന്താ കണ്ടേ? കൈപ്പത്തി പോലത്തെ ഒരു മേഘം, കൈപ്പത്തി പോലത്തെ ഒരു മേഘം. ഇനി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ. ഞാൻ ചോദിച്ചു, ഏലിയാവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കൈ പോലത്തെ ഒരു മേഘമാണല്ലോ കണ്ട, കൈ പോലത്തെ ഒരു മേഘം. കൈ പോലത്തെ മേഘം കണ്ടിട്ടും ഏലിയാവ് പറയുന്ന വാക്കിതാണ്, വലിയ മഴയുടെ മുഴക്കം. ഞാൻ ചോദിച്ചു, ഏലിയാവ് എന്താ കൈ പോലത്തെ ഒരു മേഘം കണ്ടിട്ടും വലിയ മഴയെന്ന് പറഞ്ഞത്? ഏലിയാവ് പറയും, അടയാളം ചെറുതാണെങ്കിലും അത്ഭുതം വലുതായിരിക്കും. ഇന്ന് രാത്രി ഒരുമിച്ച് ആമേൻ പറഞ്ഞ് വിശ്വസിക്കുക. എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന അടയാളം ചെറുതാണെങ്കിലും അത്ഭുതം വലുതായിരിക്കും. കരമടിച്ച് ശക്തിയുടെ ആമേൻ പറ. 2025 വെളിപ്പെടുന്ന അടയാളം ചെറുതാണെങ്കിലും അത്ഭുതം വലുതായിരിക്കും. അല്പസമയം എല്ലാവരും കരമടിച്ച് ശക്തിയോടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ച്. അടയാളം ചെറുതാണെങ്കിലും അത്ഭുതം വലുതായിരിക്കും. എഴുന്നേറ്റിരിക്കാൻ കഴിയുന്ന എല്ലാ ദൈവങ്ങളും ദിവസം എഴുന്നേറ്റ് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മൈക്ക് കൈമാറാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് പാട്ട് പാടാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ദയവായി എഴുന്നേറ്റിരിക്കാൻ കഴിയുന്ന എല്ലാവരും. ദൈവമക്കളെ, ഈ വാക്ക് വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊന്നും പറഞ്ഞേ. അടയാളം ചെറുതാണെങ്കിലും എൻ്റെ കുടുംബത്തിനകത്തുള്ള അത്ഭുതം വലുതായിരിക്കും. അടയാളം ചെറുതാണെങ്കിലും എൻ്റെ സഭയ്ക്കകത്തുള്ള അത്ഭുതം വലുതായിരിക്കും. ബൈബിൾ എന്നെ ചിന്തിപ്പിച്ചൊരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൊടുക്കാം. ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഇസബേലിനെ ദൈവത്തെ ആരാധിക്കുന്ന അഭിഷക്തന്മാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഇസബേലിനെ, ദൂത് പ്രാപിച്ച ഏലിയാവിന് നേരെ വെല്ലുവിളിച്ച ഇസബേലിനെ സംഭവിച്ചതെന്നറിയാമോ? ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഇസബേലിനെ 2-3 പേര് ചേർന്ന് മുകളിൽ നിന്ന് അങ്ങ് തള്ളിയിട്ടു. കൊട്ടാരത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് താഴെ വീണ ഇസബേലിന്റെ ശരീരം നായ്ക്കൾ കടിച്ചു പറിച്ച് നക്കിക്കളഞ്ഞു. ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഇസ്രായേലിൽ ഇസബേലിന്റെ ശരീരത്തെ ദൈവം ചാണകം പോലെയാക്കി. ഞാൻ ഈ വചനം വായിച്ചു. ദൈവാസന ഈ ദൂതി സഭയോട് പറയാൻ പറഞ്ഞതാ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു തലമുറ ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേക്കത്തില്ലെന്നും ഈ സഭയെ പൊളിക്കുമെന്നും ഇതിന്റെ അസ്ഥിവാരത്വം തോണ്ടുമെന്നും പറഞ്ഞ അന്ധകാര ശക്തികളെ ദൈവം ദേശത്തുനിന്ന് ഓടിക്കുന്ന ചില കാഴ്ചകൾ ഒരാത്മതലം ഇതിൻ്റെ അകത്ത് തുറക്കട്ടെ. തകർക്കുമെന്ന് പറഞ്ഞവൻ ഈ ആലയത്തിൻ്റെ അകത്ത് ഓടിക്കയറി വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല.
ഉടമ അരകത അബിലമന അരകതന രക്ഷത്തിലമ്മന ശാന്തൂരിയാമന രകന്തലഞ്ജന പ്രൗഢ ഉടമ അരകത ദിലമന രകതന ശാന്താലാമന ഉടമ രകത ശമ്പന രക്ഷത്തിലമ്പന ഒറ്റ വാക്കൂടെ പറഞ്ഞോട് ഞാൻ മൈക്ക് കൊടുക്കാം. ബൈബിൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വെല്ലുവിളിച്ച ഇസബേലിനെ ദൈവം ഇസ്രായേൽ ചാണകം പോലാക്കി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ ഈ ചാണകം പോലാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്? അപ്പോഴാണ് ഒരു ചിന്ത ദൈവാത്മാവ് തന്നത്. ഈ വൃക്ഷമൊക്കെ നന്നായിട്ട് വളരാൻ നമ്മൾ എന്തോ ഇടാറുണ്ട്, വളമായിട്ട് ഇടാറുണ്ടല്ലേ? എന്ന് പറഞ്ഞാൽ തകർക്കുമെന്ന് പറഞ്ഞവനെ വളർത്താനുള്ള വളമാക്കി ദൈവം മാറ്റും. ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? തകർക്കുമെന്ന് പറഞ്ഞവനെ സഭയെ വളർത്താനുള്ള വളമാക്കി ദൈവം മാറ്റും. ഉടമന രഗതന രക്ഷത്തിലമ്പന ശാന്തൂരിയാമാന തകർക്കുമെന്ന് പറഞ്ഞവനെ നിങ്ങളുടെ കുടുംബത്തിന്റെ വളർച്ചയുടെ വളമാക്കി മാറ്റും. തകർക്കുമെന്ന് പറഞ്ഞവനെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമാക്കി ദൈവം മാറ്റും. എല്ലാവരും കണ്ണുകളടച്ച്, എല്ലാവരും കണ്ണുകളടച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ മേലൊരു അധികാരം അങ്ങ് പകർന്നിട്ടുണ്ടെങ്കിൽ ചിലതിനെ തുറക്കാനും ചിലതിനെ അടയ്ക്കാനുമുള്ള അധികാര കൈമാറ്റം ഞങ്ങളുടെ മേൽ നടന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അഭിഷേകം പ്രാപിച്ച ഞങ്ങൾ, വാഗ്ദത്തം പ്രാപിച്ച ഞങ്ങളുടെ പാദം ഈ ദേശത്ത് ഇരിക്കുന്നിടത്തോളം കാലം ഒരു ബാലന്റെ പ്രവൃത്തിയും ഈ പട്ടണത്തിൽ ചലിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ശത്രുക്കൾ കയറി മാറി മാറി പൊളിച്ചു കളഞ്ഞ മണ്ണിൽ ഞങ്ങളെ പണിയുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്താൻ അങ്ങ് ശക്തനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. അടയാളം ചെറുതാണെങ്കിലും അത്ഭുതം വലുതാണ്. സഭയെ തകർക്കുമെന്നും ദൈവമക്കളെ തകർക്കുമെന്നും വാതികെട്ട് വെല്ലുകെട്ടി നിന്ന സകല ഇസബേലുകളെയും ഈ 2024 കഴിയുന്നതിന് മുൻപേ എന്റെ ദൈവം തകർത്ത സഭയെ വളർത്താനുള്ള വളമാക്കി. ഓ, ആ ദൂത് ചലിക്കട്ടെ. എനിക്കറിയത്തില്ല, ആ ദൂത് ചലിക്കട്ടെ, സഭയ്ക്കകത്ത് ചലിക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ഈ ദൂത് ഞങ്ങൾ ആമേൻ പറഞ്ഞ് വിശ്വസിക്കുന്നു. 2025 ഈ സഭയ്ക്കകത്ത് ചില ജീവനുള്ള സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കത്തക്ക നിലവാരത്തിൽ അങ്ങനൊരു വെളിപ്പാട് ഞാൻ കാണുന്നല്ലോ. ഇത് തകർന്ന് കാണാൻ ആഗ്രഹിച്ചവൻ പോലും ഇതിൻ്റെ അകത്ത് വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണമെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. സഭയായി ദൈവദാസനെ, കുടുംബത്തെയും സഭയിലുള്ള ദൈവമക്കളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുറന്നുള്ള സെക്ഷനുകളും ദൈവാത്മാവ് നിയന്ത്രിക്കുമാറണം, എല്ലാവരും അനുഗ്രഹിക്കുമാറണം. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യേകാലം എന്നെ ഇന്ന് രാത്രിയും പകലുമായി എന്നെ ക്ഷണിച്ച ദൈവാസനം